ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജ് 3യുടെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ 10th ലെവൽ എക്സാംസൊക്കെ അടുത്ത് വന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ചോദ്യപേപ്പർ ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ ആ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 3rd ഫേസിലെ ചോദ്യപേപ്പർ നോക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞ 3 ചോദ്യപേപ്പറിൽ ഇതുകൂടെ ചേർത്തിട്ടുള്ള 3 ചോദ്യപേപ്പറിലും ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗാർഗി ആനന്ദൻ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ, അതായത് 2024 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സന്യ മൽഹോത്രയാണ് കേട്ടോ. സന്യ മൽഹോത്ര 2024 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സന്യ മൽഹോത്രയാണ്. രണ്ടാമത്തെ ചോദ്യം, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണ് എന്നുള്ളതാണ്. 2021 വീരമണി രാജു ആയിരുന്നു കേട്ടോ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണി രാജു ആണ്. അപ്പോൾ 2024 ആരാണ്? 2024 PK വീരമണി ദാസനാണ് കേട്ടോ. PK വീരമണി ദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ്. തമിഴ് പ്ലേബാക്ക് സിംഗറാണ് PK വീരമണി ദാസ്. ഓക്കെ, 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകനാണ് PK വീരമണി ദാസൻ. അടുത്ത ചോദ്യം, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2019 ചോദിച്ചത്. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് N പ്രഭാകരനായിരുന്നു കേട്ടോ. N പ്രഭാകരൻ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കവിയായിട്ടുള്ള PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് കേട്ടോ. PN ഗോപികൃഷ്ണനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹരണത്തിനാണ് ഈ ഒരു ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എന്താണ്? കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ വർഷത്തെ പ്രശസ്തമായിട്ടുള്ള ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീര സഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? നീതിയുടെ ധീര സഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ് കേട്ടോ. ജസ്റ്റിസ് ഫാത്തിമ ബീവി 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീര സഞ്ചാരം എന്ന ജീവചരിത്രം ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ആഘോഷിച്ചത് ത്രിപുരയാണ്. ത്രിപുര. ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിൻ്റെ പ്രതിവർഷവും നടത്തി വരുന്ന ഒരു ഉത്സവമാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു ഉത്സവമാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നതാണ് കേട്ടോ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നാൽ ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവലാണ്. നാഗാലാൻഡാണ് പൊതുവെ ഇത് നടത്താറുള്ളത്. 2020 ആദ്യമായിട്ട് ത്രിപുരയും ഈ ഒരു ഫെസ്റ്റിവൽ നടത്തി. ഓക്കെ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരായിരുന്നു? അത് ശശി തരൂരായിരുന്നു കേട്ടോ. ശശി തരൂർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ശശി തരൂരിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് എഴുത്തുകാരനായിട്ടുള്ള ശ്യാം കൃഷ്ണൻ R അർഹനായിട്ടുണ്ട് കേട്ടോ. ശ്യാം കൃഷ്ണൻ R അർഹനായിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് കേട്ടോ അവാർഡ്. മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് ശ്യാം കൃഷ്ണൻ R അർഹനായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ മീശക്കള്ളൻ ഏതാണ്? കഥാസമാഹാരം, ചെറുകഥാസമാഹാരമാണ്. മീശക്കള്ളനാണ് കേട്ടോ, മീശക്കള്ളൻ. ഓക്കെ, അടുത്ത ചോദ്യം. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതൻ ആയതാരാണ്? 2024 മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആരാണെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഉത്തരം അതാണ്, മോഹൻ യാദവ് ആണ് കേട്ടോ. മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ യാദവാണ്. മോഹൻ യാദവാണ് ഇപ്പോഴത്തെ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി. ഓക്കെ, അടുത്ത ചോദ്യം. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക രേഖാംശം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് കേട്ടോ. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്ന രേഖാംശ രേഖ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത നിരയാണ് ആരവല്ലി. അടുത്തത്, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് മഹാനദി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയല്ല. അടുത്തത്, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ മാസം മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവയുടേതാണ്, കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. വേടത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൻസ ഡി അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽഫോൻസ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്തിലാണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ്, വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? നിങ്ങൾ ഈ 3 ചോദ്യപേപ്പറും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും രാജാറാം മോഹൻ റോയ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് എന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, നോക്കൂ. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? അത് കൽക്കട്ടയിലാണ്, കൽക്കട്ട.
ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചതാരാണ്? ഏറ്റവും കൂടുതൽ കാലം, ഇവിടെ തന്നിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1950 മുതൽ 1962 വരെയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു രാഷ്ട്രപതി. അടുത്തത്, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു രാഷ്ട്രപതി. ഗ്യാനി സെയിൽ സിംഗ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനമാണ് കേട്ടോ. അടുത്തത്, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 19-ാം അനുച്ഛേദം. 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ആരുടേതാണ്? ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്നത് ഏതൊക്കെ പദവിക്കാണ് ഇളവ് ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ. ഓപ്ഷൻ സി രാഷ്ട്രപതിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. രാഷ്ട്രപതി മാത്രമല്ല, ഗവർണറും ഈ ഒരു ഇളവ് ലഭിക്കുന്ന പദവിയാണ് കേട്ടോ. രാഷ്ട്രപതിയും ഗവർണറുമാണ്. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി ഒന്ന് രാഷ്ട്രപതിയും ഗവർണറും ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്ക്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമായിരുന്നു കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പോഴിത് മാനവ് അധികാർ ഭവനാണ്. ഇത് 2021 ചോദ്യപേപ്പറല്ലേ. ഇപ്പോൾ ഇത് മാനവർ അധികാർ ഭവനാണ്. മാനവർ അധികാർ ഭവൻ. ഇപ്പോഴിത് മാനവ് അധികാർ ഭവനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് മാനവ് അധികാർ ഭവൻ എന്നാണ്. മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവനാണ് കേട്ടോ. മാനവ് അധികാർ ഭവൻ. കേരളത്തിൻ്റെ വടക്ക് തെക്ക് നീളം എത്ര കിലോമീറ്ററാണ്? കേരളത്തിൻ്റെ വടക്ക് തെക്ക് നീളം 560 കിലോമീറ്ററാണ്. 560 കിലോമീറ്റർ.
കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. ഏറനാട്. മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടിയാണ്. വയനാട് ലക്കിടി. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എക്കൽ മണ്ണാണ്. ഓപ്ഷൻ ഡി എക്കൽ മണ്ണാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ വ്യവസായമാണ്. കയർ വ്യവസായം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. കൊച്ചിയിലാണ് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? മീൻവല്ലം തൂതപ്പുഴയിലാണ് കേട്ടോ. തൂതപ്പുഴ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതി അത് എവിടെയാണ്? അത് മീൻവല്ലമാണ്. മീൻവല്ലം ഉള്ളത് തൂതപ്പുഴയിലാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966. പഴയ നാഷണൽ ഹൈവേ 47A ആണ് ഇപ്പോഴത്തെ 966. ഇത് ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും പാലക്കാടിനെയുമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫറോക്ക് പാലക്കാട് ആണ് കേട്ടോ. കോഴിക്കോടിനെയും പാലക്കാടിനെയുമാണ് ഈ ഒരു നാഷണൽ ഹൈവേ 966 ബന്ധിപ്പിക്കുന്നത്. ദേശീയപാത 966 കോഴിക്കോടിനെയും പാലക്കാടിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്തത്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ്. അടുത്തത്. തുവയൽ പന്തികൾ. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തികൾ. തുവയൽ പന്തികൾ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ.
ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെ? ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യരും കുറുമ്പരുമാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ, കുറിച്യരും കുറുമ്പരും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. 8. മനുഷ്യരുടെ വായിൽ 8 ഉളിപ്പല്ലുകളാണ് ഉള്ളത്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി പ്ലൂറയാണ് നമ്മുടെ ആൻസർ. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റെല്ല. പാറ്റെല്ല എന്നതാണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമുള്ള എന്താണ്? ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? കരളിൽ വെച്ചാണ്. കരളിൽ വെച്ചാണ്. ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ കരളിൽ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ജീവകം ഡി. ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അനുയാത്ര. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതാണ് നൈട്രജൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏതാണ്? ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണികയാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. ഇരുമ്പിൻ്റെ ധാതുവാണ്. ഏതാണ് ഇവയിൽ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു? അത് ഹെമറ്റൈറ്റ് ആണ് കേട്ടോ. ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹെമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകമാണ് ഓക്സിജൻ. ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർപ്പിച്ചത്. ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്നത് ബലം അളക്കാനുള്ള ഏകകമാണ്. ന്യൂട്ടൺ എന്നത് ബലം അളക്കാനുള്ള ഏകകമാണ് കേട്ടോ. അടുത്ത ചോദ്യം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില?
സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ പേര്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. പ്ലാസ്മാവസ്ഥയാണ് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനം എന്നാണ് അറിയപ്പെടുന്നത്. സമചലനമാണ്. അങ്ങനെ നമ്മൾ 2021 ചോദിച്ചിട്ടുള്ള കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിൻ്റെ സ്റ്റേജ് 3 ചോദ്യ പേപ്പറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. GK ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ചോദ്യങ്ങളെല്ലാം തന്നെ റിവൈസ് ചെയ്ത് ആൻസേഴ്സ് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനായിട്ട് തയ്യാറെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFs എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.